അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഭാരതാംബയെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന വർണ്ണം സൂര്യന്റെ കാവിവർണ്ണമാണ്. ആ ആ കാവിവർണ്ണമാണ് ഭാരതാംബയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ആ പതാക സൂചിപ്പിക്കുന്നത്. ഉവ്വ. ആ കാവിവർണ്ണം സപ്തവർണ്ണങ്ങളെയും വിരിയിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആ കാവിവർണ്ണം തന്നെയാണ് ജലത്തെ ജനിപ്പിക്കുന്ന വർണ്ണം. നമ്മൾ ആക്ച്വലി സമുദ്രജലമാണ് ജീവൻ എന്ന് പറഞ്ഞാൽ. ഉവ്വ. അതിന് ക്ഷാരഗുണമാണ്. ദിതിയുടെ പുത്രിയായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും സതിയായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അതിഥിയുടെ പുത്രിയായിട്ട് പാർവതിയായിട്ട് ജലം പർവ്വതത്താൽ ഹിമവാന്റെ വൈഭവത്താൽ വന്നെത്തുന്ന മഹിമയെ ഏകുന്ന മഹിയെ മാധവമാക്കുന്ന മണ്ണിനെ മാധവമാക്കുന്ന ഈ പാർവതി. ആ പാർവതിയാണ് ആ ജലത്തിന്റെ ആ തീർത്ഥത്തിന്റെ പുണ്യഭൂമിയാണ് ഭാരതാംബ. ഈ സയൻസിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് മോഹൻജി നമുക്ക് ശരിക്കും ഞെട്ടലുണ്ടാക്കുന്ന വസ്തുതയുള്ളത്.